സ്വാഗതം. എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാവാറുണ്ടാവുമല്ലേ? പഠിക്കാൻ പുസ്തകമെടുത്ത് മുന്നിലിരിക്കും, 5 മിനിറ്റ്, ഏറിപ്പോയാൽ 10 മിനിറ്റ്, അപ്പോഴെങ്കിലും മനസ്സെങ്ങോട്ടോ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇന്നലെ കണ്ട സിനിമ അല്ലെങ്കിൽ നാളത്തെ കഴി. നിങ്ങൾക്കും ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ പേടിക്കേണ്ട. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. എങ്ങനെ ഈ ഓടിപ്പോകുന്ന മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താം, പഠനം കുറച്ചുകൂടി എഫക്റ്റീവാക്കാം എന്നതിനെക്കുറിച്ച്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? തുടങ്ങാം. പുസ്തകം തുറന്നു, ഒരു പാരഗ്രാഫ് വായിച്ചു. അപ്പോഴേക്കും ചിന്ത ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയതിലോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച്. ഈ ഡേ ഡ്രീമിംഗ് ഉണ്ടല്ലോ, ഇത് പഠനത്തിന്റെ ഒരു പ്രധാന ശത്രുവാണ് ശരിക്കും. ഇതിനെങ്ങനെയാ നമ്മളൊന്ന് ടാക്കിൾ ചെയ്യാം? ശരിയാണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനൊരു വഴിയുണ്ട്. അതായത് എപ്പോഴാണോ നിങ്ങൾ ഇങ്ങനെ ചിന്ത മാറിപ്പോകുന്നത് എന്ന് തിരിച്ചറിയുന്നത്, ആ നിമിഷം തന്നെ ആ ചിന്ത എന്താണോ അതൊരു ചെറിയ പേപ്പർ കഷ്ണമെടുത്ത് 1-2 വാക്കിൽ കുറിച്ചിടുക. ഇപ്പോൾ ഉദാഹരണത്തിന് ബിരിയാണി കഴിക്കണം എന്നാണെങ്കിൽ ബിരിയാണി എന്നെഴുതാം. അല്ലെങ്കിൽ നാളെ കറങ്ങാൻ പോകുന്നത് എന്നാണെങ്കിൽ യാത്ര എന്നു മതി. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്? അതുകൊണ്ടെന്താ ഗുണം? ഗുണമുണ്ട്. നമ്മൾ ഈ ചിന്തയെ ഒരു പേപ്പറിലേക്ക് മാറ്റുമ്പോൾ അതിന് നമ്മൾ തിരിച്ചറിഞ്ഞു എന്ന് തലച്ചോറിനൊരു സിഗ്നൽ കൊടുക്കുകയാണ്. ഓക്കെ, ഈ ചിന്ത എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, തൽക്കാലം ഞാനിതിനെ ഇവിടെ മാറ്റിവെക്കുന്നു എന്ന് സ്വയം പറയുന്ന പോലെ. ഇതാ ചിന്തയുടെ ഒരു പവർ കുറയ്ക്കും. പിന്നെ ഏത് തരം ചിന്തകളാണ് സ്ഥിരമായി വരുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊള്ളാം. ആ ചിന്തയെ നമ്മളൊന്ന് അക്നോളജ് ചെയ്യുന്നു, അതിനെ അടിച്ചമർത്താതെ. നല്ല ഐഡിയ. എന്നാൽ ഈ ചിന്തകൾ വരാൻ ചില കാരണങ്ങളുണ്ടാവല്ലോ, പുറത്തുനിന്ന്, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ. തീർച്ചയായും, അതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളെ ട്രിഗറുകൾ എന്നു പറയാം. അവയെ കണ്ടുപിടിച്ച് ഒഴിവാക്കുക. ഇതിലേറ്റവും വലിയ വില്ലൻ മിക്കപ്പോഴും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഒരു നോട്ടിഫിക്കേഷന്റെ സൗണ്ട് മതി, നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് തിരിയും. അപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ ഒന്നുകിൽ പൂർണ്ണമായി ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സൈലന്റ് മോഡിലിട്ട് കണ്ണിൽ പെടാത്തൊരിടത്ത് മാറ്റിവെക്കുക. ഇതിന് കുറച്ചൊരു ധൈര്യം വേണം, പക്ഷെ റിസൾട്ട് ഉണ്ടാകും. ശരിയാണ്. ആ നോട്ടിഫിക്കേഷൻ വന്നാൽ എടുത്ത് നോക്കാതിരിക്കാൻ ഒരു പ്രത്യേക ധൈര്യം തന്നെ വേണം. ഇനി ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ച് പഠിക്കേണ്ടി വന്നാലോ? അതൊഴിവാക്കാൻ പറ്റില്ലല്ലോ. അവിടെ നമുക്ക് കുറച്ചുകൂടി ഡിസിപ്ലിൻ വേണം. പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയ ടാബുകളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വെബ്സൈറ്റുകളോ തുറന്നു വെക്കാതിരിക്കാൻ നമ്മൾ സ്വയം ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചു വേണം ആ ഉപകരണം ഉപയോഗിക്കാൻ. ശരി. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരുന്ന് പഠിക്കുന്നത് നല്ലതാണോ? അത് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ സഹായിക്കുമോ? ഇല്ല, സാധാരണഗതിയിൽ അങ്ങനെയല്ല. നമ്മുടെ ബ്രെയിനിനും ഒരു ലിമിറ്റുണ്ട് തുടർച്ചയായി ശ്രദ്ധിക്കാൻ. അതുകൊണ്ട് ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുത്ത് പഠിക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ്. ഒരു ടെക്നിക്കുണ്ട്, പോമോഡോറോ എന്നൊക്കെ പറയും. അതായത് ഒരു 25 മിനിറ്റ് ഫുൾ ശ്രദ്ധ കൊടുത്ത് പഠിക്കുക, എന്നിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ സമയത്ത് വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കാം, വെള്ളം കുടിക്കാം, അങ്ങനെ എന്തെങ്കിലും. ഇത് മനസ്സിനും ശരീരത്തിനും ഒരു റീഫ്രഷ്മെന്റ് ആണ്. എന്നിട്ട് വീണ്ടും 25 മിനിറ്റ് പഠിക്കാനിരിക്കുക. 25 മിനിറ്റ് പഠനം, 5 മിനിറ്റ് ബ്രേക്ക്. ഇത് കൊള്ളാമല്ലോ. കേൾക്കാൻ തന്നെ ഒരു സുഖമുണ്ട്. ഈ 25 മിനിറ്റിനിടയ്ക്ക് വീണ്ടും ചിന്ത പോയാൽ അതും എഴുതി വെക്കാം, അല്ലേ? അതെ, ആ എഴുതി വെക്കുന്ന ശീലം തുടരാം. ഓക്കെ. ഇനി അവസാനമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം. പഠിക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് മനസ്സിനെ ഒന്ന് ഒരുക്കാൻ, ഒന്ന് ശാന്തമാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്, തീർച്ചയായും. ഓരോ തവണ പഠിക്കാനിരിക്കുന്നതിന് തൊട്ടു മുൻപും അതുപോലെ ആ 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞ ശേഷവും ഒരു 1-2 മിനിറ്റ് കണ്ണടച്ചിരുന്ന് ശ്വാസം എടുക്കുന്നതിലും പുറത്തുവിടുന്നതിലും മാത്രം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട, വെറുതെ ശാന്തമായി ഇരിക്കുക. ശ്വാസം ഉള്ളിലേക്ക്, പുറത്തേക്ക്, അതിൽ മാത്രം ശ്രദ്ധിക്കുക. ഇത് ചിതറിക്കിടക്കുന്ന ചിന്തകളെ ഒന്ന് ഒതുക്കി മനസ്സിനെ ആ നിമിഷത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. പഠിക്കാൻ വേണ്ടി മനസ്സിനെ റെഡിയാക്കും. കൊള്ളാം. ശ്വാസം ശ്രദ്ധിക്കുക. ലളിതമായി തോന്നുമെങ്കിലും പവർഫുൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്താൽ, ശ്രദ്ധ മാറ്റുന്ന ചിന്തകൾ വരുമ്പോൾ അതൊരു പേപ്പറിൽ കുറിച്ചിടുക. ഫോൺ പോലുള്ള ഡിസ്ട്രാക്ഷൻസ് ധൈര്യമായിട്ട് മാറ്റിവെക്കുക. പിന്നെ 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്ന രീതി പരീക്ഷിക്കുക. പഠനം തുടങ്ങുമ്പോഴും ബ്രേക്ക് കഴിഞ്ഞും 1-2 മിനിറ്റ് ശ്വാസം ശ്രദ്ധിക്കുക. അതെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പഠനത്തിൽ നല്ല വ്യത്യാസം കാണാൻ പറ്റും. ഇത് പഠിക്കുന്ന സമയം വെറുതെ കൂട്ടുകയല്ല,
ആ സമയം കൂടുതൽ പ്രൊഡക്റ്റീവാക്കുകയാണ് ചെയ്യുന്നത്. പഠിച്ചത് ഓർമ്മ നിൽക്കാനും ടെൻഷൻ കുറയ്ക്കാനും ഇത് സഹായിക്കുമല്ലേ? തീർച്ചയായും. ശ്രദ്ധ കൂടുമ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാവും, മാനസിക സമ്മർദ്ദം കുറയും. ഇതിനോടൊപ്പം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയുണ്ട്. നിങ്ങൾ എവിടെയിരുന്നാണ് പഠിക്കുന്നത്, എപ്പോഴാണ് പഠിക്കുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായി ശ്രദ്ധിക്കാൻ പറ്റുന്നത് ലൈബ്രറിയിലായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ ശാന്തമായ ഒരു മൂലയിലായിരിക്കാം. അതിരാവിലെ ആവാം, അല്ലെങ്കിൽ രാത്രിയിലാവാം. നിങ്ങളുടെ പഠന അന്തരീക്ഷം, എൻവയോൺമെന്റ് എങ്ങനെ ശ്രദ്ധ കൂട്ടാൻ സഹായിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാമെന്നും കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. ശരിയാണ്. ആ പഠനസ്ഥലവും സമയവും ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അത് സ്വയം കണ്ടെത്തണം. ഈ ടെക്നിക്കുകളൊക്കെ ശ്രദ്ധ പോകുമ്പോൾ തിരികെ കൊണ്ടുവരാനുള്ളതാണ്. പക്ഷേ ഒരുപടി കൂടി മുന്നോട്ട് പോയാലോ? നമ്മുടെ ശ്രദ്ധയെ, ഏകാഗ്രതയെ ഒരു മസിൽ പോലെ പതിയെ പതിയെ കൂടുതൽ നേരം ഫോക്കസ്ഡ് ആയിരിക്കാൻ ട്രെയിൻ ചെയ്യിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ചിന്തയാണ്, നിങ്ങൾക്ക് സ്വയം ആലോചിക്കാനുള്ള ഒന്ന്. ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.